ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു നല്ല തണുപ്പ്. ഇപ്പം നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ്. സാധാരണ വൃശ്ചികത്തിൽ നല്ല കാറ്റടിക്കേണ്ടതാണ്. ഇതുവരെ കാറ്റൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ നല്ല തണുപ്പ് ഉള്ള ഒരു കാലാവസ്ഥയാണ് രാവിലെ, പ്രത്യേകിച്ച് നല്ല മൂടൽ മഞ്ഞൊക്കെ ഉണ്ട് രാവിലെ. അങ്ങനെ രാവിലെ എഴുന്നേൽക്കാൻ അല്പം താമസിച്ചു എങ്കിലും വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്നു. ഇന്നിപ്പം ഇഡലിയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മാവുണ്ടല്ലോ ബാക്കി, അത് കഴിഞ്ഞ് സാമ്പാറും അതേപോലെ ഇന്നലത്തെ സാമ്പാറും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അതാണ് ഇന്ന് നല്ല ചൂട് ഇഡലി സാമ്പാറുമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. പിന്നെ ഉച്ചക്കലത്തേക്ക് ഇന്ന് ചക്കയാണ്. ഈ പ്ലാവ് ഞങ്ങളുടെ ഒരു 3-ാം കൊല്ലത്തിൽ കായ്ക്കുന്ന പ്ലാവാണ്. ഇങ്ങനെ വാങ്ങിച്ച് നടുന്ന പ്ലാവുണ്ടല്ലോ, അങ്ങനത്തെ പ്ലാവാണ്. നിറച്ച് ചക്ക പിടിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കൊത്തനാണ്. ഇതുവരെ ഒന്നും വിളഞ്ഞിട്ടില്ല. കൊത്തൻ എന്ന് പറഞ്ഞാൽ വിളയാത്ത ചക്കയ്ക്കാണ് അങ്ങനെ പറയുന്നത്. വിളഞ്ഞിട്ടില്ല ചക്ക. ഇന്നാളൊരു ദിവസം ഞാൻ ഒരു ചക്ക അടത്തി, പക്ഷേ അത് ഇടിച്ചക്ക പരുവമായിട്ടുള്ളായിരുന്നു. അങ്ങനെ ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ ഷോർട്സായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇടിച്ചക്ക ഉണ്ടാക്കുന്നത്. അങ്ങനെ ചക്ക അടത്തി വലിയ ബുദ്ധിമുട്ട്, ഏണിയൊക്കെ ചാരി അതിൻ്റെ മുകളിൽ കയറിയാണ് ചക്ക അടത്തിയത്. അത് ഒരുപാട് ചക്കയുടെ ഇടയ്ക്ക് നിന്ന ഒരു ചക്കയായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാണ് അടത്തിയത്. ചക്കയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ചക്ക അടത്തുന്നതും അത് വൃത്തിയാക്കുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതെങ്ങനെയും വെട്ടിപ്പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുത്ത് ഒന്ന് രണ്ട് വീട്ടുകളിൽ കൊടുക്കാനും ഉണ്ടായിരുന്നു. അധികം വിളഞ്ഞിട്ടില്ല. കണ്ടതാ ഈ പരുവത്തിലേ ആയിട്ടുള്ളൂ. നല്ല വെള്ള അല്ല, എന്നാൽ മഞ്ഞയായിട്ടില്ല അങ്ങനെ. പക്ഷെ ചവച്ച് നോക്കുമ്പോൾ നമുക്കൊരു കറി വെക്കുന്ന പരുവമായിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ഇളക്കി എടുക്കുകയും ചെയ്യാം. അതേ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉണക്ക സമയത്ത് ചക്ക കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ധനും മകരം കുംഭമൊക്കെ ആകുമ്പോഴത്തേനും നല്ല ആ സമയത്ത് ചക്ക കിട്ടിയാൽ കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറും. മഴയായി കഴിഞ്ഞാൽ പിന്നെ ചക്കയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പഴുത്ത ചക്കയ്ക്കും രുചിയില്ല, പച്ച ചക്കയ്ക്കും ടേസ്റ്റില്ല. ഈ സമയത്ത് പഴുത്ത ചക്കയ്ക്ക് നല്ല രുചിയായിരിക്കും. പിന്നെ ഈ വാങ്ങിച്ച് നടന്ന പ്ലാവ് മിക്കവാറും എല്ലാം വരിക്ക പ്ലാവാണ്. നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. അതുപോലെ വേവിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇപ്രാവശ്യം അത് ചക്ക വീഴാൻ താമസിച്ച്. ഈ സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് നമ്മൾ ഇതുപോലെ വാങ്ങിച്ച് കിടന്ന പ്ലാവ് വാങ്ങിച്ച് നട്ടാൽ ആവശ്യത്തിനുള്ള ചക്ക മിക്കവാറും കാണും. അങ്ങനെ സീസൺ നോക്കിയൊന്നുമല്ല, അല്ലാതെ തന്നെ അതിൽ ഇടയ്ക്കിടയ്ക്ക് പ്ലാവിൽ ചക്ക വീഴും, നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ചക്ക, ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമുള്ള ചക്കയൊക്കെ കിട്ടും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കുകയും ചെയ്യാം. അങ്ങനെ ചക്ക നാണ്ട് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ചക്കയായിരുന്നു. ഒരുപാട് അങ്ങ് കുഴച്ച് എടുക്കണ്ടെന്നേ ഉള്ളൂ. എന്നാലും തോരനല്ല, ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇവിടെ പിന്നെ ചേട്ടന് അധികം കുഴയുന്നേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരുവത്തിൽ എടുത്തതേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്ന് കുഴയ്ക്കാവുന്ന ചക്കയായിരുന്നു. അങ്ങനെ ചക്ക റെഡിയായി. പിന്നീട് മീൻ ഇതുപോലത്തെ കുഞ്ഞൻ ചാളയാണ് കിട്ടിയത്. പക്ഷേ നല്ല ടേസ്റ്റുള്ള കൊല്ലം ചാള എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ കൊല്ലം ചാളയാണോന്ന് അറിയത്തില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഇടയ്ക്ക് ഞാനൊരു എനർജി ഡ്രിങ്ക് കുടിക്കുന്നതാണ്. പണ്ടത്തെ അമ്മമാരുടെയൊക്കെ എനർജി ഡ്രിങ്ക് തേങ്ങാവെള്ളമാണല്ലോ. ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കുക എന്നുള്ളത്. അന്ന് പിന്നെ ബൂസ്റ്റും ഹോർലിക്സും ഒന്നും ഇല്ലല്ലോ. എല്ലാം തേങ്ങാ വെള്ളമൊക്കെ കുടിച്ചാണ് ആൾക്കാർ, അമ്മമാരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പിന്നെ ചാള ഞാൻ പുളിയും മുളകും അരച്ച് വെക്കാമെന്നാണ് കരുതിയത്. കുറേ ദിവസമായി മീൻ കൂട്ടിയിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-12 ദിവസത്തിൽ കൂടുതലായി ഞാൻ മീൻ കൂട്ടിയിട്ട്. ഓരോരോ വ്രതങ്ങളും ഒക്കെ ആയിട്ട് മീൻ കൂട്ടാതെ അങ്ങ് നീണ്ടു പോയി. ഒരു ഗുരുവായൂരൊക്കെ പോകുന്നതിന് മുമ്പ് മീൻ കൂട്ടിയതാണ്, പിന്നെ കൂട്ടിയിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഏകാദശി, അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും പുളിയും മുളകൊക്കെ അരച്ച് ഇത്തിരി മീൻ കറിയൊക്കെ കൂട്ടാമെന്ന് കരുതി. ഇനിയിപ്പം നാളെ കാർത്തിക, നാളെയും മീനൊന്നും കൂട്ടത്തില്ല. അന്നേരം പിന്നെ ഇന്നൊരു മീൻ കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ചക്കയുണ്ടല്ലോ, അതുകൊണ്ട് ചക്കയും ചാള കറിയും വെച്ച് കൂട്ടാമെന്ന് കരുതി. അങ്ങനെ മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച്, പിന്നെ പിണറപ്പുളിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അത് മീനെല്ലാം എടുത്ത് അതിനകത്ത് ഇടുകയാണ്. മീൻ തലയും ഇതൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ തീരെ പൊടിച്ച് മീനാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ചാളയ്ക്കാണ് നല്ല ടേസ്റ്റ്. അതുപോലെ നല്ല ഫ്രഷ് മീനെല്ലാം കിട്ടുന്നുണ്ട് ഇപ്പം. നല്ല ചെമ്പല്ലിക്കോരയായാലും അതേപോലെ കണ്ണൻകുഴിയാള, അതേപോലത്തെ മീനൊക്കെ ഇപ്പം നല്ല ഫ്രഷ് മീനാണ് കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് മീൻ കടകളുടെ ഒരു ബഹളമാണ്. ഇഷ്ടം പോലെ മീനാണ്.
പല സ്ഥലത്തുനിന്ന് വരുന്ന മീനുകൾ നമുക്ക് നല്ല മീനൊക്കെ കിട്ടും. അന്നേരം ഇന്നങ്ങനെ ചാള പുളിമുളക് അരച്ച് പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചാള ഞാൻ വറുക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് മീൻ കൂട്ടാമെന്നുള്ളത് കൊണ്ട് എന്തായാലും മീൻ കറിയും വെച്ചിട്ടുണ്ട്, ചാള വറുക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെഴുക്കുപുരട്ടിയും കൂടെ ഒക്കെ വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചക്ക ഉള്ളതുകൊണ്ട് പിന്നെ ഒരുപാട് കറി വെച്ചാൽ അങ്ങനെ പോകത്തില്ല, ഞങ്ങൾ 2 പേരും കൂടെ തിന്നാലൊന്നും തീരത്തില്ലല്ലോ. അതുകൊണ്ട് ഇത്രയൊക്കെ മതിയെന്ന് കരുതി അങ്ങനെ മീൻ കറിയും മീൻ വറുത്തതും റെഡിയായി. പിന്നെ പുളിശ്ശേരിയുടെ തൈര് ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് തൈരെടുത്ത് പുളിശ്ശേരിയും കുറച്ചേ വെക്കത്തുള്ളൂ. ഒരുപാട് വെച്ചാൽ ഈ പറഞ്ഞ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ട. 2 ദിവസത്തിൽ കൂടുതലൊന്നും പുളിശ്ശേരി പിന്നെ ആർക്കും അവിടെ കഴിക്കത്തില്ല. പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം കൂട്ടി തീർക്കും. ഇത് മുട്ട വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൽ ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 24 മുട്ടയോളം ചെറുതാണെങ്കിൽ ഇരിക്കും. വലിയ മുട്ടയാണെങ്കിൽ ഒരു 10-20 മുട്ട ഇരിക്കും. പക്ഷെ നല്ല സൗകര്യപ്രദമായ സ്റ്റാൻഡാണ്. ഞങ്ങൾക്കിവിടെ അടുത്ത് മുട്ട ഇതുപോലെ കോഴിയെ വളർത്തുന്ന ഒരു വീടുണ്ട്. അവിടുന്ന് മുട്ട കൊണ്ട് തരും, നല്ല ഫ്രഷ് മുട്ട കിട്ടും. അങ്ങനെ അത് ഈ മീഷോയുടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കാണുന്നത്. അത് നല്ല സൗകര്യപ്രദമായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമ്മൾ ഒരു മുട്ട എടുക്കുമ്പോൾ അടുത്ത മുട്ട ഇങ്ങനെ വരും. അതിൻ്റെ പരസ്യം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. മീഷോയിലും ഉണ്ട്, ഫ്ലിപ്കാർട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അത് എഗ് സ്റ്റാൻഡെന്ന് അടിച്ചാൽ മതി, കിട്ടും. അധികം വിലയൊന്നുമില്ല, 125 200 രൂപയ്ക്ക് അകത്തെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് വില. അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ വളരെ സൗകര്യമാണ് ആ മുട്ട സ്റ്റാൻഡ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ചക്ക, ചോറ്, പിന്നെന്തായിരുന്നു, പുളിശ്ശേരി, മീൻകറി, മീൻ വറുത്തത്, ഇതൊക്കെ കൂട്ടി ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണാണ് കാണുന്നത്. ചേട്ടൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. കാണിക്കരുതെന്നുള്ള കർശന നിർദ്ദേശം ഉള്ളതുകൊണ്ട് കാണിക്കുന്നില്ല. ഞാൻ കഴിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇന്നത്തെ കറികളും ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ചക്ക കണ്ടിട്ട് എല്ലാവർക്കും